പൗലോസിൻ്റെ വർഷങ്ങളായിട്ടുള്ള ചതി അലീനയും ഔദക്കുട്ടിയും തിരിച്ചറിയുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴത്തൂര് മുംബൈയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, സാധിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അലീനയാണെങ്കിൽ എന്ത് സാധനങ്ങളെല്ലാം ഒത്തുനോക്കുകയാണ് എന്ന് കാണാം. കാരണം ഈ കണക്കും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഇതിൽ നിന്ന് എത്ര പൈസ മിച്ചം കിട്ടുന്നോ അത് തനിക്കുള്ളതാണെന്നും ആ പൈസ കിട്ടിയിട്ട് വേണം അനാഥാലയത്തിലേക്ക് സഹായങ്ങൾ നൽകാനായിട്ടുള്ള ബോധ്യമാണ് അലീനയെ ഈ കണക്കും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ചിന്തിപ്പിക്കുന്നത് എന്ന് കാണാം. അന്യോന്യമായി അടിച്ചു മാറ്റുകയോ കള്ളത്തരം കാണിക്കുകയോ ചെയ്യാതിരിക്കാനും കൂടിയാണ് ഇതെന്ന് കാണാം. എന്തായാലും അലീനയ്ക്ക് നല്ല സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പൗലോസിനെയും, കൂടാതെ തന്നെയാണെങ്കിൽ നമ്മുടെ ഡ്രൈവറെയും. ആൻ്റപ്പൻ പിന്നെ വലിയ കുഴപ്പമില്ല എന്ന് അലീനയ്ക്ക് തോന്നുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അലീനയെ കളിയാക്കിക്കൊണ്ട് പൗലോസ് ചോദിക്കുകയാണ്, കുഞ്ഞെ വല്ലതും വേണോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞേ വരികയുള്ളൂ എന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം പൗലോസ് ഏട്ടാ ആ ലിസ്റ്റ് ഒന്ന് കാണിച്ചേ എന്ന് ചോദിക്കുമ്പോൾ, അതെ ലിസ്റ്റൊക്കെ വന്നിട്ട് നോക്കിയാൽ പോരെ എന്ന് ചോദിക്കുന്നു. ഇന്ന് ആ കടക്കാരൻ്റെ ആരുടെയോ ബന്ധത്തിൽ ഒരു വിവാഹമുണ്ടെന്നും ഉച്ചവരെ ഉള്ളൂ എന്നും പറഞ്ഞു എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പോയി വന്നിട്ട് നോക്കിയാൽ പോരെ എന്ന് ചോദിക്കുന്നു. അത് കേട്ട അലീനയാണെങ്കിൽ എന്നാലും മതി, നിങ്ങൾ പോയിട്ട് വായോ എന്ന് പറയുന്നു. അപ്പോൾ പോകുന്ന വഴിയാണെങ്കിൽ പൗലോസ് പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? അവളെ ഞാൻ എന്തായാലും അധികകാലം എന്നെ ഭരിക്കാനായിട്ട് ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നു. അവളുടെ ഭരണത്തിൻ്റെ കീഴിൽ ഞാൻ ഒരിക്കലും നിൽക്കില്ല എന്ന് പറയുന്നതും കാണാനായിട്ട് സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ പൗലോസിൻ്റെ അടുത്ത് ആൻ്റപ്പൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് പൗലോസെ, നീ ആവശ്യമില്ലാത്ത പണിക്കും കാര്യത്തിനൊന്നും പോകേണ്ടതില്ല. ആ പെൺകൊച്ചിന് എന്തൊക്കെയോ കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കേണൽ സാബ് തൻ്റെ തീരുമാനം മാറ്റുന്നത് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിന്നില്ലെങ്കിൽ നിൻ്റെ ജോലി തെറിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് നിന്നാൽ നിനക്ക് കൊള്ളാമെന്ന് പറയുന്നതും കാണാട്ടോ. അപ്പോഴാണെങ്കിൽ ഒന്ന് പോയെന്നെ ആൻ്റപ്പച്ചേട്ടാ, എനിക്കറിയില്ലേ ഞാൻ ഇങ്ങനത്തെ കുറേ പേരെ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അതെ കുറേ പേരെ കണ്ടിട്ടുണ്ട് എന്നത് ശരി തന്നെയാണ്. പക്ഷേ ആ പെൺകൊച്ച് അത് ഒരു തരം വേറെ ഇനമാണ് എന്ന് പറയുന്നു. നീ വിചാരിക്കുന്ന പോലെയല്ല എന്ന് പറയുന്നു. തിരിച്ചടി കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഓരോന്ന് ചോദിച്ച് പറഞ്ഞിട്ടോ യാതൊരു കാര്യവുമില്ല, യാതൊരു ആവശ്യകതയുമില്ല എന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം പലചരക്കടയിലും പച്ചക്കറിയൊക്കെ ആയിട്ടും ഒരുപാട് സാധനങ്ങൾ വാരിക്കൂട്ടുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോഴാണെങ്കിൽ നമ്മുടെ പൗലോസ് ആണെങ്കിൽ അതിൽ നിന്നും എന്തോ പൈസയൊക്കെ കൈയിട്ട് വാരി എടുക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ പറഞ്ഞ മാതിരിയല്ല സാധനങ്ങളുള്ളത്. 5 കിലോ എഴുതിയിട്ട് 3 കിലോയ്ക്ക് ഉള്ളൂ എന്ന് കാണാൻ കഴിയും. അങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട് ആടിപ്പാടി അവർ വരികയാണ് എന്ന് കാണാം. വന്നു കഴിയുമ്പോഴേക്കും അലീന ഇവിടെ കണക്കെടുപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് എന്ന് കാണാം. അതായത് അതിനായിട്ട് തയ്യാറായിരിക്കുകയാണ്. കൂട്ടിന് അവതക്കുട്ടിയുമുണ്ട് എന്ന് കാണാം. അങ്ങനെ സാധനങ്ങൾ കൊണ്ടുവന്നതെല്ലാം ഓരോന്നായിട്ട് അലീന നോക്കുകയാണ്.
5 കിലോ 10 കിലോ ഒക്കെ എഴുതിയിട്ട് 10 കിലോൻ്റെ അതിൽ ആകെ 5 കിലോയേ ഉള്ളൂ. പക്ഷെ കണക്കിൽ 10 കിലോ കൂട്ടിയിട്ടുണ്ട് താനും. ഇതേ സമയം നേരെ ആൻ്റപ്പനോടും ഡ്രൈവറോടും ഒക്കെ ചോദിക്കുകയാണ്, അല്ല ഇതെന്ത് ഏർപ്പാടാ, 10 കിലോ എഴുതി എന്നിട്ട് 5 കിലോ സാധനമേ ഉള്ളുവല്ലോ എന്ന് ചോദിക്കുന്നു. കൂടാതെ തന്നെ 10 കിലോൻ്റെ പൈസ എടുത്തിട്ടുമുണ്ട്. അത് എന്ത് ഏർപ്പാടാണെന്ന് മനസ്സിലായില്ല. പൗലോസേട്ടൻ ഒന്ന് പറയണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം എൻ്റെ കുഞ്ഞെ അത് ചിലപ്പോൾ തെറ്റിപ്പോയതാണെന്നായിരിക്കുന്നേ എന്ന് പറയുമ്പോൾ ഒടുവിൽ കണക്ക് കൂട്ടിത്തുടങ്ങുകയാണ് അലീന. ഒരുപാട് പൈസയുടെ വ്യത്യാസം വരികയാണ് എന്ന് കാണാം. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ സാധനങ്ങളൊക്കെ മര്യാദയ്ക്ക് തിരികെ വണ്ടിയിൽ കൊണ്ടുവയ്ക്കാനായിട്ട് പറയുന്നു. ഇത് അതേമാതിരി തന്നെ അവിടേക്ക് കൊണ്ടു ചെല്ലണമെന്ന് പറയുന്നു. അതിനുശേഷം അവിടുത്തെ ആൾക്കാരോട് എന്തായാലും ചോദിക്കണമല്ലോ ഇതിനെപ്പറ്റി. എൻ്റെ പപ്പയുടെ പൈസയല്ലേ വെറുതെ പാഴാക്കി കാട്ടിക്കളയുന്നത്, എനിക്കതിനെക്കുറിച്ച് അറിയണമെന്ന് പറയുന്നു. നിങ്ങൾക്കിതിനെക്കുറിച്ച് വല്ലതും അറിയോ, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞെ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പൗലോസ് പറയുമ്പോൾ തന്നെ അലീനയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. പൗലോസേട്ടനാണ് ഇതിൻ്റെ ആണി എന്ന്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ പൗലോസിനെ നോക്കിക്കൊണ്ട് തന്നെ അലീന പറയുന്നുണ്ട്, സത്യമല്ലേ, കടയിലേക്കാണ് നമ്മൾ പോകുന്നത്. കടയിൽ ചെന്ന് കഴിയുമ്പോൾ പിന്നെ സ്വഭാവം മാറിയിട്ടും കാര്യം മാറിയിട്ടും ഒരു കാര്യമില്ല. അവിടെ വെച്ച് ഞാൻ നല്ല രീതിയിൽ നാണം കെടുത്തും എന്ന് പറയുന്നുണ്ട്. എന്തായാലും സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് കയറ്റിക്കോ, വലിയപ്പച്ചൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ ഞാനും വരുന്നുണ്ടെന്നേ എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് നമ്മുടെ വല്യപ്പച്ചനും അലീനയും പൗലോസും ഡ്രൈവറും വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഗേറ്റ് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അലീന വീണ്ടും ആവർത്തിക്കുന്നു. ഒടുക്കം പ്രശ്നം പറ്റി നാണം കെട്ട് തല താഴ്ത്തി നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ പൗലോസ് പതിയെ കാര്യം പറയുന്നു. ഇതേ സമയം അത് കേട്ട വല്യപ്പച്ചനാണെങ്കിൽ, ഇതല്ലേടാ നായിൻ്റെ മോനെ നിന്നോട് ചോദിച്ചത് എന്ന് ചോദിച്ച് പൗലോസിനോട് പൊട്ടിത്തെറിക്കുമ്പോൾ അലീന അത് നിർത്തിവെച്ചിട്ട് പറയുന്നുണ്ട്, കള്ളത്തരം കാണിക്കരുത് പൗലോസേട്ടാ, അത് ചതിയാണെന്ന് പറയുന്നു. കൂടാതെ സ്റ്റാൻലിയോടും ഈ കാര്യം അലീന അവതരിപ്പിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം സ്റ്റാൻലി ഞെട്ടുകയാണ് എന്നും കാണാം. പൈസയും കൊടുക്കുന്നുണ്ട്, തന്നെ പറ്റിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ സ്റ്റാൻലി തകരുകയാണ്. സബ്സ്ക്രൈബ്